കണ്ണപുരത്തുള്ള നമ്മുടെ കണ്ണപുരം മാങ്ങ, കുറ്റാട്ടൂർ മാങ്ങ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഭൗമ സൂചിക പദവി കിട്ടിയിട്ടുള്ള കണ്ണപുരം മാങ്ങ എങ്ങനെ ഹരിപ്പാട്ട് വന്നു? എങ്ങനെ വന്നു? ഞാൻ കൊണ്ടുപോകും. ആണോ? എവിടുന്ന് കൊണ്ടുവന്നു? നമ്മളെ വീട്ടിൽ നിന്ന് കണ്ണപുരത്താണോ? കണ്ണൂർ. എന്റെ വീടും കണ്ണപുരത്താ. അപ്പോ എന്റെ വീടിന്റെ അടുത്ത് വള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ, അവിടെ വായനശാലയുടെ അടുത്തുള്ള നമ്മുടെ ചേട്ടൻ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കണ്ണപുരം മാങ്ങ. ശരിക്കും പറഞ്ഞാൽ അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ, കണ്ണൂർ കണ്ണപുരത്ത്. ആ മാങ്ങയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കുറ്റ്യാട്ടൂർ മാങ്ങയും കണ്ണപുരം മാങ്ങയൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഭൗമസൂചിക പദവി ഉള്ളതാണ് കുറ്റ്യാട്ടൂരിന്. നല്ല വലുപ്പമുണ്ട്, അത്യാവശ്യം നല്ലൊരു ടേബിൾ വെറൈറ്റി ആണ്. നല്ല മധുരമുണ്ട്, നന്നായിട്ട് വിളഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗമാണ് ആദ്യം ചുവന്ന് കിട്ടുക അല്ലേ. അപ്പോ ചോപ്പം മാങ്ങ എന്നൊക്കെ പറയും. നമ്പ്യാർ മാങ്ങ, പല പേരുകളെ. അപ്പോൾ അടിഭാഗത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചുവന്ന് കാണും. അപ്പോഴാണ് അത് നന്നായിട്ട് വിളഞ്ഞതെന്നുള്ളതിന്റെ സിമ്പല്. അപ്പൊ ആ വിളവ് കാണുമ്പോഴാണ് നല്ല ഓറഞ്ച് കളറാവും. അതെ, പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓറഞ്ച്, നല്ല രസമാണ്. നമ്മൾ കച്ചിയിൽ വെച്ച് പഴുപ്പിക്കുന്ന സമയത്ത്, കച്ചി മാറ്റുന്ന സമയത്ത് ആ ഓറഞ്ച് കളർ കാണുന്നത് ഒരു നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 2 കൊട്ട കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ കണ്ണപുരം മാങ്ങയും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഗോപകുമാർ, ഞാൻ വിവാഹം ചെയ്തേക്കുന്നത് കണ്ണൂർ എന്നാണ്. അപ്പം അവിടെ നമ്മുടെ വീട്ടിൽ ഈ മാവ് ആവശ്യം പോലെ ഉണ്ട്. അപ്പം വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നതാണ് നമ്മളിപ്പോൾ. അവിടെ ഞാൻ പോകുമ്പോഴാണ് അവിടെ ഇതൊക്കെ ഒന്ന് പറിക്കാനും ഒക്കെ. അപ്പം നമ്മൾ വലക്കൊക്കെ വല പോലത്തെ കൊക്കെ കെട്ടിയിട്ട് താഴെ വീഴാതെ. കൊക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ തോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മരത്തെ കയറി ഓരോന്നും താഴെ വീഴാതെ പറിച്ചെടുത്ത് സൂക്ഷിച്ച് കുറച്ച് പണിയാണ്. അതെ അതെ, കണ്ണപുരം മാങ്ങ പറിക്കൽ ഇച്ചിരി പണിയാം. കാരണം വെച്ചാൽ കൊമ്പിന് അധികം ഉറപ്പില്ല, പെട്ടെന്ന് പൊട്ടി വീഴും. എൻ്റെ വീട്ടിലത്തെ 2 മാവിന്റെ കൊമ്പ് നിറച്ചും പൊട്ടി വീണു. അപ്പോൾ ആ പറിക്കുന്ന പറിച്ചത് നന്നായിട്ട് തോട്ടി കെട്ടി കൃത്യമായിട്ട് താഴെ വീഴാതെ പറിക്കുന്നതായത്. അങ്ങനെ പറിച്ച് കൃത്യമായി കച്ചിക്കകത്ത് വെച്ച് പഴുക്കുന്നതിനനുസരിച്ച് കഴിക്കും. അങ്ങനെയല്ലേ ചെയ്യാറ്? അപ്പോൾ ഈ പഴുപ്പ്, ഈ ഓറഞ്ച് കളർ വന്നു കഴിഞ്ഞാൽ പഴുത്തു എന്നാണ്. കുറച്ചുകൂടി പഴുത്തു കഴിഞ്ഞാൽ നല്ല രുചിയാണ്. അപ്പോൾ ഈ മാമ്പഴക്കാലത്ത് ഈ മാങ്ങകളും കൂടെ നമുക്ക് രുചിക്കാം. അങ്ങനെ ഒത്തിരി വ്യത്യസ്ത രുചികൾ ഈ മാമ്പഴക്കാലത്ത് നമുക്ക് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ. ആയിക്കോട്ടെ, അപ്പോൾ സന്തോഷം കൊണ്ടുവന്നു.